ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും പുന്നപ്രയിലും ഒക്കെ കടലാക്രമണം കൂടി ഇപ്പോൾ രൂക്ഷമായി മാറുകയാണ്. തൃക്കുന്നപ്പുഴ ചേലക്കാട് 2 വീടുകളാണ് ഭാഗികമായി തകർന്നത്. തെങ്ങുകൾ കടപുഴകി വീണു. രഘുനാഥ് നാരായണൻ നൽകും വിവരങ്ങൾ. രഘു, 2 വീടുകൾ ഭാഗികമായി തകർന്നു. ഈ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും ശക്തമായ കടലേറ്റമുണ്ട്. സാധാരണ നിലയിൽ തന്നെ വർഷത്തിൽ പലതവണ, അതായത് വേനൽക്കാലത്ത് പോലും കടൽക്കയറ്റം ഉണ്ടാകുന്ന, അതായത് കള്ളക്കടൽ പ്രതിഭാസവും വേലിയേറ്റവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പതിവായി തിരയുണ്ടാകുന്ന പ്രദേശമാണ് ഈ ചേലക്കാട്. പക്ഷെ അവിടെ കടൽ ഭിത്തിയോ പുലിമുട്ടോ ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല, ടെട്രാപോഡുകൾ ഇട്ടിട്ടില്ല എന്നൊക്കെ ഉള്ളത് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കടല് വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുകയും കരയിലേക്ക് കയറുകയും ചെയ്തത്. 2 വീടുകൾ ഭാഗികമായി തകർന്നു. ഒരു വീടിന്റെ ശൗചാലയവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഉപേക്ഷിച്ചു പോയ ഒരു വീട്, അതായത് കടൽക്കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് ഉപേക്ഷിച്ചു പോയ ഒരു വീടും ഭാഗികമായി തകർന്നിട്ടുണ്ട്. തീരത്ത് ഇപ്പോഴും ശക്തമായ കടൽക്കയറ്റമുണ്ട്. തൃക്കുന്നപ്പുഴയിൽ മാത്രമല്ല, പുന്നപ്രയിലും സമാനമായ സാഹചര്യമുണ്ട്. അവിടെ വീടുകൾ തകരാത്തത് മുൻപുണ്ടായ കടൽക്കയറ്റത്തിൽ വീടുകളൊക്കെ തകരുകയും അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാകാതിരുന്നത്. എന്തായാലും തൃക്കുന്നപ്പുഴ, പുന്നപ്ര തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴും കടൽ ശക്തമായി അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്.